ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ പ്ലഷർ വണ്ടി നമ്മൾ വർക്കിന് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് പറഞ്ഞേക്കുന്ന കംപ്ലയിൻറ്റ് സെൽഫ് ചെക്കപ്പ്, സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹാൻഡിൽ വെട്ടൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇൻഡിക്കേറ്ററിന് ഒരു ബസർ വയ്ക്കണം, എയർ ചെക്ക് ചെയ്യണം, ടയർ പ്രഷർ ചെക്ക് ചെയ്യണം. ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞത്. അപ്പോൾ നിലവിൽ നമുക്ക് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കുന്നത് ബാറ്ററിയുടെ കംപ്ലയിൻ്റ് ആണ് കേട്ടോ. 2022 ബാറ്ററിയാണ് വണ്ടിയിൽ ഇരിക്കുന്നത്. 2022 ആണ്ട് വെച്ചാണ് ബാറ്ററിയാണ്. അത് ഓൾറെഡി കംപ്ലയിൻ്റ് ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഈ വോൾട്ട് നോക്കുമ്പോൾ 12.27 വരെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോണൊക്കെ അടിക്കുമ്പോൾ ഹോണൊക്കെ വർക്കാവും, ഹോണ് ഇൻഡിക്കേറ്ററൊക്കെ വർക്കാവും. പക്ഷേ സെൽഫ് മോട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് ബാറ്ററിക്ക് ആംപിയർ വേണം. ആ ആംപിയർ ബാറ്ററിക്ക് കിട്ടുന്നില്ല. അതാണ് അതിൻ്റെ കംപ്ലയിൻറ്റ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. നിലവിൽ നമ്മളിപ്പോൾ ലോഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 8.5 വോൾട്ടിൽ താഴേക്ക് 8.5 താഴേക്ക് പോവുകയാണെങ്കിൽ ഓൾറെഡി ബാറ്ററി കംപ്ലയിൻറ്റാണ്, ബാഡ് ബാറ്ററി ആയിട്ടാണ് കണക്കൂട്ടാം. അപ്പോൾ ആ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ നമ്മൾ ബാറ്ററി ടെസ്റ്റ് നടത്താൻ പോണേ. അപ്പോൾ ബാറ്ററി ചെക്ക് ടെസ്റ്റിലേക്ക് വിടുമ്പോൾ പോകണുണ്ടോ 5.2 വന്നേ. 5.2 എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് തീരെ ലോയാണ്. അപ്പോൾ ബാറ്ററി മാറ്റാതെ കൊണ്ട് നമുക്ക് സെൽഫിൻ്റെ കേസ് ക്ലിയർ ആവില്ല. പിന്നെ ഈ വണ്ടിക്ക് ഒരു സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടുള്ള കംപ്ലയിൻറ്റ് ഉണ്ട്. അത് സ്റ്റാർട്ടിങ് പ്രോബ്ലം വണ്ടിക്ക് കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് മനസ്സിലാവില്ല. ഇപ്പോൾ വണ്ടി ഓടിക്കൊണ്ടുവന്ന് നിർത്തി കഴിയുമ്പോഴൊക്കെ പിന്നെ വണ്ടി സ്റ്റാർട്ടാവാൻ ബുദ്ധിമുട്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. അത് എൻജിൻ കംപ്രഷൻ ലീക്ക് ഉള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് ബാറ്ററി വെച്ച് കഴിയുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് കുറച്ച് നേരം സെൽഫ് അടിച്ച് പിടിക്കുമ്പോഴത്തേക്കും വണ്ടി സ്റ്റാർട്ടായി വരും. ആ കംപ്രഷൻ ലോഡായിട്ട് സ്റ്റാർട്ടായിട്ട് വരും. പക്ഷേ അങ്ങനെ ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. അത് ഉള്ളത് കൊണ്ട് തന്നെ ബാറ്ററിക്കൊക്കെ ലൈഫ് കുറയാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ ഒരു ജസ്റ്റ് ഒറ്റ ക്രാങ്ക് ആവേണ്ട, ഒറ്റ സെൽഫിൽ സ്റ്റാർട്ട് ആവേണ്ട ബാറ്ററി മോട്ടോർ 2-3 പ്രാവശ്യം കറങ്ങുമ്പോൾ അത്രയും വോൾട്ട് ബാറ്ററിയിൽ നിന്ന് എടുക്കും. അത് പല പ്രാവശ്യം ആകുമ്പോൾ ബാറ്ററിയുടെ ഹെൽത്തിനെ അത് ബാധിക്കും. സ്വാഭാവികമായിട്ടും ബാറ്ററിയുടെ ലൈഫ് കുറച്ച് കുറയും. അതാണ് സംഭവം കേട്ടോ. നിലവിൽ അങ്ങനെ ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. ഞാൻ ഓടിച്ച് നോക്കുമ്പോൾ എനിക്ക് കംപ്ലയിൻറ്റ് കിട്ടി. ഞാനിപ്പോൾ ഓടിച്ച് നോക്കി കൊണ്ടുവന്ന് നിർത്തിയിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയിട്ട് വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് വേറൊരു ബാറ്ററി സപ്പോർട്ട് കൊടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് കുറച്ച് നേരം ഒരു പൊട്ടി വണ്ടി സ്റ്റാർട്ടായി വന്നത്. അത് അങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അത് കറക്റ്റായിട്ട് കിട്ടിയത് കൊണ്ട് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഇപ്പോൾ നിലവിൽ സെൽഫിൻ്റെ പ്രോബ്ലം റെഡി ആവാനായിട്ട് ബാറ്ററി മാറ്റി കഴിഞ്ഞാൽ ഓക്കെയാണ്. പിന്നെ ഫ്രണ്ട് നമ്മൾ വണ്ടി ഓടുന്ന സമയത്ത് നല്ല രീതിയിൽ വെട്ടൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോണ്ടല്ലോ എൻ്റെ ഫ്രണ്ട് ഈ ബുഷുകളൊക്കെ തന്നെ കംപ്ലയിൻ്റ് ആണ്. ഇവിടുത്തെ കോപ്പർ ബുഷ് കംപ്ലയിൻ്റ് ഉണ്ട്, ഗ്രീൻ ബുഷ് കംപ്ലയിൻ്റ് ഉണ്ട്. ഇനി അത് രണ്ടും മാറ്റിയാൽ പോലും നമുക്ക് ആ വെട്ടൽ 100% മാറില്ല. പറയാൻ കാരണം ഞാൻ ഒന്നാമത് ടയറിൻ്റെ അലൈൻമെൻറ്റ് ആ രീതിയിലേക്ക് മാറി വെട്ടൽ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. തന്നെയല്ല റിമ്മൊക്കെ നമ്മളിപ്പോൾ കറങ്ങണ സമയത്ത് വണ്ടി വീല് കറങ്ങണ സമയത്തായാലും റിമ്മും ഇങ്ങനെ കയറി ഇറങ്ങി വർക്ക് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് എന്താ പറ്റിയേക്കണേന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ബുഷ് റെഡിയാക്കി ഇട്ടാലും വെട്ടൽ എന്തായാലും കാണിക്കും. കാരണം റിമ്മൊക്കെ അത്രയ്ക്കും മോശമാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ റിമ്മും നല്ലത് ഇട്ടാലും ഈ പറഞ്ഞ രീതികളെ ടയറിൻ്റെ അലൈൻമെൻറ്റ് പോയേക്കണോണ്ട് വെട്ടൽ വരും. അപ്പോൾ നമുക്ക് ചെയ്യുകയാണെങ്കിൽ ഫ്രണ്ടിലത്തെ ബുഷ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് റിമ്മ് ടയറൊക്കെ മാറ്റുമ്പോഴാണ് ആ കംപ്ലയിൻറ്റ് റെഡി ആവുള്ളൂ. കംപ്ലയിൻറ്റ് റെഡിയാക്കാൻ പറ്റും, പക്ഷേ നമുക്ക് അത്രയും ചെയ്യുമ്പോൾ അത്ര എക്സ്പെൻസ് വരും. അപ്പോൾ എന്തായാലും നോക്കിയിട്ട് പറയും. ഇനിയിപ്പോൾ ബുഷ് ഓൾറെഡി കംപ്ലയിൻ്റ് ഉണ്ട്, ബുഷുകൾ കംപ്ലയിൻ്റ് ഉണ്ട്. ബുഷുകൾ മാറ്റിയിടണമെന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ നമുക്ക് മാറ്റിയിടാം. കാരണം ഇവിടെ വരുന്ന ഇതിൻ്റെ ഈ സൈഡ് തന്നെ ബുഷ് എന്ന് പറഞ്ഞാൽ പിച്ചളയും മെറ്റലും കൂട്ടിയിട്ടില്ല. പിച്ചള ബുഷ് ഇത് 4 ബുഷ് വരും, മെറ്റലിൻ്റെ 2 ബുഷ് വരും. ഏകദേശം ഒരു 500-550 രൂപ നമുക്ക് ആ ബുഷിന് മാത്രം ചിലവ് തന്നെ ഉണ്ട്. ഫ്രണ്ടിലത്തെ ഗ്രീൻ ബുഷിന് 100-110 രൂപ താഴെ നമുക്ക് വരുന്നുള്ളൂ. പക്ഷേ ഇത് ഇച്ചിരി കോസ്റ്റ്ലിയാണ് കേട്ടോ. അപ്പോൾ അത് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പറയാം. ഞാൻ അതല്ല സെൽഫിൻ്റെ കേസും ബസർ കാര്യങ്ങളൊക്കെ വെച്ചാൽ മതി എന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള എസ്റ്റിമേറ്റ് ഇടാം. ഇപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഒന്ന് വിളിക്കണം. അപ്പോൾ എന്നാലാണ് നമുക്കത് ഏത് രീതിയിലാണ് ചെയ്യേണ്ടേ. ഫ്രണ്ടിലെ ബുഷുകൾ മാറ്റണോ, ഫ്രണ്ട് ബുഷ് മാറ്റിയാലും വെട്ടൽ മാറില്ല കേട്ടോ. അത് അറിഞ്ഞിരിക്കുക. ഫ്രണ്ട് ബുഷ് മാറ്റാൻ വെട്ടൽ കുറയും, പക്ഷേ 100% മാറില്ല. അപ്പോൾ അതും കൂടി അറിഞ്ഞിട്ട് വേണം റിപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം. അപ്പോൾ ബാറ്ററി ബസറൊക്കെ ഉൾപ്പെടുത്തിയിട്ട് അതിൻ്റെ എസ്റ്റിമേറ്റ് പറയാം. ഫ്രണ്ട് ബുഷ് സെറ്റ് കാര്യങ്ങൾ മാറ്റുന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് പറയാം. അതനുസരിച്ച് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി ഞാൻ അഡീഷണൽ പ്രിപ്പയർ ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും വാട്സാപ്പ് ചെയ്ത് തരാം. നോക്കിയിട്ട് എന്തെങ്കിലും പരമാവധി നേരത്തെ ചെയ്യാം. കാരണം കുറച്ച് വൈകിയാണ് വണ്ടി കയറിയാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യോടെ തന്നെ ഒന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നോക്കിയിട്ട് പരമാവധി നേരത്തെ ഒന്ന് പറയാം.